CPM ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൽ മാറ്റമില്ല. ആർ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരും. ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭ MLA, MS അരുൺകുമാർ MLA, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുരേന്ദ്രൻ മാരാരിക്കുളം, ഏരിയ സെക്രട്ടറി C രഘുനാഥ് എന്നിവരെ ഉൾപ്പെടുത്തി. 5 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. M സുരേന്ദ്രൻ, G വേണുഗോപാൽ, P അരവിന്ദാക്ഷൻ, ജലജ ചന്ദ്രൻ, N ശിവദാസൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ഉണ്ട്. മനീഷ്, വിവരങ്ങൾ. ആതിര, ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയായി 3ാം തവണയും ആർ നാസറിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്നോടുകൂടിയാണ് ജില്ലാ സമ്മേളനം, 3 ദിവസം നീണ്ടുനിന്ന ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് 3ാം തവണയും ആർ നാസറിനെ തന്നെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് യു പ്രതിഭയെ പാർട്ടി ചേർത്ത് നിർത്തുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ടായിരുന്ന യു പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട ലഹരി വിവാദമൊക്കെ വലിയ ചർച്ചയായിരുന്നു. അപ്പോഴും പാർട്ടി ഒരു ഘട്ടത്തിലും തള്ളിപ്പറയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പാർട്ടി ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. യു പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യു പ്രതിഭ അടങ്ങുന്ന 4 പേരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ഒരു യുവത്വത്തിൻ്റെ പ്രാധാന്യം ഉറപ്പാക്കുന്നതും അതുപോലെ തന്നെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കാണ് 4 പേരെ പുതിയതായിട്ട് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലിപ്പോൾ 5 പേരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതിൽ M സുരേന്ദ്രൻ, G വേണുഗോപാൽ, P അരവിന്ദാക്ഷൻ, ജലജ ചന്ദ്രൻ, N ശിവദാസൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. ഇതിൽ 2 പേരെ ഒഴിവാക്കിയിരിക്കുന്നത് പ്രായപരിധി മൂലമാണ്. M സുരേന്ദ്രനും അതുപോലെ തന്നെ G വേണുഗോപാലിനെയാണ് പ്രായപരിധി മുതൽ ഒഴിവാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് N ശിവദാസനെ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കായംകുളത്ത് ചില സാമ്പത്തിക ക്രമക്കേടുകളുടെ ആരോപണം വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 47 അംഗങ്ങളുള്ള ജില്ലാ കമ്മിറ്റി ആയിരുന്നെങ്കിൽ ഇക്കുറി ഒരാളെ കുറച്ച് 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറെ ഏറെ വിഭാഗീയതയുടെയും മറ്റു തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലും ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ചർച്ച വളരെ സമാധാനപരമായിരുന്നു. ഈ നേതൃത്വത്തിനോ അല്ലെങ്കിൽ നേതാക്കൾക്കോ ഒന്നും വലിയ രീതിയിൽ വിമർശനമൊന്നും നിൽക്കാത്ത രീതിയിൽ ഉള്ള ചർച്ചയാണ് നടന്നത്. ആ ചർച്ചയ്ക്ക് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പ്രതിനിധികളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ വോട്ടുകൾ തിരിച്ചുപിടിക്കുന്നതിന്, വോട്ട് ചോർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനുമുള്ള കാര്യങ്ങൾക്ക് തീരുമാനമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം എന്നിവിടങ്ങളിലാണ് വലിയ രീതിയിൽ CPIM-ന് വോട്ട് ചോർച്ച ഉണ്ടായത്. ഇവിടെ പ്രത്യേക യോഗങ്ങൾ ചേരും. MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ സ്ഥലങ്ങളെല്ലാം തന്നെ യോഗങ്ങൾ ചേർക്കും. അങ്ങനെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ജില്ലാ കമ്മിറ്റിയിൽ യുവ പ്രാതിനിധ്യവും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ പ്രാതിനിധ്യവും ഇക്കുറി ഉറപ്പാക്കിയിട്ടുള്ളത്. ആതിര, മനീഷ് ഐഷ മാത്യുവാണ് വിശദാംശങ്ങൾ നൽകിയത്.